നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപും ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ സന്ദേശവാഹകരായിരിക്കുന്നു. ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. എന്തൊരാഘോഷമായിട്ടാണ് ഈ വാർത്ത ലോകം മുഴുവൻ ഇന്ന് നൽകിയത്. സത്യത്തിൽ അങ്ങനെ ഒരു ആഘോഷത്തിന് ഇടം നൽകുന്ന എന്തെങ്കിലും ഈ ഗാസയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? വെറും 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു കൊച്ചു മുനമ്പാണ് ഈ ഗാസ എന്ന് പറയുന്നത്. 2023 ഒക്ടോബർ 7 യുദ്ധം തുടങ്ങുമ്പോൾ ഈ ഗാസയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 22.5 ലക്ഷം ആളുകളായിരുന്നു. ആ 22.5 ലക്ഷം ആളുകൾ ഇപ്പോൾ 21 ലക്ഷം ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അതായത് 1.5 ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയോ പലായനം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് കണക്ക്. UN ഏജൻസികളുടെയും ഗാസ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും കണക്കുകൾ പ്രകാരം മാത്രം ഗാസയിൽ ഏകദേശം 2 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത് 67,160 പേരാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം വരുത്തിയ നാശനഷ്ടങ്ങൾ ഒരു കണക്ക് കൊണ്ടും പറയാൻ കഴിയാത്ത അത്രയും ഭീകരമാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. യുദ്ധം എന്നതിനപ്പുറം സത്യത്തിൽ ഗാസയിലേത് വംശഹത്യ തന്നെയാണെന്നാണ് UN നിലപാട്. UN അതിന് വളരെ കൃത്യമായിട്ട് 4-5 കാരണങ്ങൾ പറയുന്നു. പ്രത്യേകിച്ചിട്ട് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ തുടർച്ചയായി ബോധപൂർവം കൊല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വംശഹത്യയാണ്. അങ്ങനെ 4-5 പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു മേഖല തന്നെയാണിത്. ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ സത്യത്തിൽ 80% ആളുകളും സാധാരണക്കാരാണ്. അത് വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. ഇപ്പോൾ യുദ്ധമുഖത്ത് നിൽക്കുന്ന സൈനികർ കൊല്ലപ്പെടുക, അതല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ കൊല്ലപ്പെടുക എന്നൊക്കെ പറയുന്നത് ശരാശരി ഒരു യുദ്ധമേഖലയിൽ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്ന കണക്കുകളാണ്. പക്ഷേ 80% സാധാരണക്കാർ ഒരു നാട്ടിൽ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള കൊലപാതകം തന്നെയാണ് യുദ്ധത്തിൻ്റെ പേരിൽ അവിടെ നടന്നിട്ടുള്ളത് എന്നാണ്. ഇപ്പോൾ ഒരു കണക്ക് ഇവിടെ 80%. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇതുപോലെ തന്നെ യുദ്ധം നടക്കുന്ന മറ്റൊരു മേഖലയാണല്ലോ. പക്ഷെ അവിടെ കൊല്ലപ്പെട്ട സാധാരണക്കാർ എന്ന് പറയുന്നത് വെറും 4% മാത്രമാണ്. അപ്പോൾ അവിടെ 4% ആളുകൾ കൊല ചെയ്യപ്പെടുമ്പോഴാണ് ഇവിടെ 80% എന്ന ഞെട്ടിക്കുന്ന സംഖ്യയായി നമ്മുടെ മുമ്പിൽ കണക്കുകൾ മാറി നിൽക്കുന്നത്. 1.5 ലക്ഷത്തിലധികം ആളുകൾ പരിക്കേറ്റ് ജീവിക്കുന്ന ഒരു യുദ്ധാനന്തര നാട്ടിൻ്റെ പേര് കൂടിയാണ് ഗാസ. ഈ നാട്ടിൽ ഏകദേശം 13,000 പേരെയെങ്കിലും കാണാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു കണക്ക് പറഞ്ഞത് 1.5 ലക്ഷം ആളുകൾ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന്. ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം, കുറഞ്ഞത് ഒരു 10,000 പേരെങ്കിലും 450 കുട്ടികളോടൊപ്പം ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിയുകയാണ്. നമ്മൾ ആലോചിക്കണം, പ്രായപൂർത്തിയായ മുതിർന്ന പുരുഷന്മാരെയൊക്കെ തടവറയിൽ വെക്കുന്നത് ഒരു യുദ്ധകാലഘട്ടത്തിൽ നമ്മൾ സാധാരണയായിട്ട് കാണുകയാണ്. പക്ഷേ ഗാസയിൽ ഇസ്രായേലിൻ്റെ ഏറ്റവും മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു മുഖം കാണേണ്ടി വരുന്നത് ഇവിടെയാണ്. 450 കുട്ടികളെ തടവറയിൽ പാർപ്പിക്കുന്നു ഇപ്പോഴും യുദ്ധാനന്തരം എന്നുള്ളതാണ്. ആകെയുണ്ടായിരുന്ന 564 സ്കൂളുകൾ, അതാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മളിപ്പോൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വാട്ട് ആർ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പഠിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറയുന്നത് ഒന്ന് ഷെൽട്ടർ, മറ്റൊന്ന് എഡ്യൂക്കേഷൻ, മറ്റൊന്ന് ഹെൽത്താണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന 564 സ്കൂളുകളിൽ 518 സ്കൂളുകളും ബോംബ് വർഷത്തിൽ തകർന്ന ഒരു ദ്വീപാണ് ഈ ഗാസ എന്ന് പറയുന്നത്. 63 സർവകലാശാല കെട്ടിടങ്ങൾ ചാമ്പലായി മാറി. 7.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കാൻ അവസരമില്ലാതെ അനാഥരായി. നോക്കണം, 18,069 വിദ്യാർത്ഥികൾ ഒരു യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു അപൂർവ പ്രദേശമായി ഗാസ മാറിയിരിക്കുന്നു. 21 ലക്ഷം ആളുകൾക്ക് കൃഷി ചെയ്യാൻ ശേഷിക്കുന്നത് 1.5% ഭൂമി മാത്രമാണ്. അപ്പോൾ ബാക്കി ഭൂമിയോ? 92% ഭൂമിയും ഇവിടെ ഇസ്രായേലിൻ്റെ കൈവശമാണ്. ബാക്കി വരുന്ന സ്ഥലം കൃഷിക്ക് യോഗ്യമല്ല. ബാക്കിയുള്ളത് ആകെ പോയിട്ട് 1.5% മാത്രമാണ്. ഇവിടെയാണ് ഈ വരുന്ന 21 ലക്ഷം ആളുകൾ കൃഷി ചെയ്യേണ്ടത്. കൃഷിയല്ലാതെ മറ്റൊരു വരുമാന മാർഗവും ഈ മേഖലയിൽ അവരെ സ്വാധീനിക്കാനില്ല എന്നുള്ളതാണ് സത്യം. 6 കോടി ടൺ അവശിഷ്ടങ്ങൾ രൂപപ്പെട്ട ഗാസയിൽ ആകെ കെട്ടിടങ്ങളുടെ 78% തകർന്നടിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
തലചായ്ക്കാൻ ഇടമില്ലാത്തവരുടെ എണ്ണം 92%. അതായത് യുദ്ധക്കൊതിയിൽ തകർന്നു വീണത് 4.6 ലക്ഷം വീടുകളാണ്. ഒരു മണിക്കൂറിൽ ശരാശരി ഒരു കുട്ടി എന്ന നിലയിൽ മരിച്ചു വീണ ഗാസയിൽ 2 വർഷം കൊണ്ട് 20,000 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. എന്തൊരു ദുഃഖകരമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു കാലഘട്ടത്തിലും യുദ്ധം പാടില്ല എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം തന്നെ യുദ്ധക്കൊതിയന്മാർ ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടികളുടെ ജീവൻ എടുക്കുക എന്നുള്ളതാണ്. അതിൽ പോലും മനുഷ്യത്വരഹിതമായിട്ടുള്ള സമീപനം ഗാസയിൽ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയുടെ പിന്തുണയുള്ള ശക്തി എന്നുള്ള രീതിയിൽ മറ്റുള്ളവരും കാണിച്ചു. 20,000 കുട്ടികളുടെ ജീവൻ പൊലിഞ്ഞു. 10 ലക്ഷം ആളുകൾക്ക് പ്രതിദിനം 6 ലിറ്റർ പോലും ശുദ്ധജലം ലഭിക്കുന്നില്ല എന്ന ഭീകരമായ, നമ്മളൊക്കെ ഇപ്പോൾ എന്താണ് ആവശ്യാനുസരണം കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ആളുകളാണ്. അവിടെയാണ് 6 ലിറ്റർ ശുദ്ധജലം എന്ന് പറയുന്നത്. അവർക്കത് കുടിക്കാൻ തികയുമോ? കുളിക്കാൻ തികയുമോ? മറ്റേതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യാൻ സാധിക്കുമോ? അത്രയും ദുരന്തപൂർണമായിട്ടുള്ള ഒരവസ്ഥ ഈ ഗാസ മുനമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത്, ട്രംപിനും നെതന്യാഹുവിനും ലോകം കയ്യടിക്കും വിധം യുദ്ധം വരുത്തിവെച്ച ദുരന്തം ഒരു കാലത്തിനും മായ്ച്ചു കളയാൻ കഴിയുന്നതല്ല. ഇസ്രയേലും ഹമാസും സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിൽ ഒപ്പുവെച്ചതായ പ്രഖ്യാപനം ഈ ദുരന്തത്തെ മായ്ച്ചു കളയാൻ ഉതകുന്നതുമല്ല. വൈദ്യുതി, ഇന്ധനം, ഭക്ഷണം, വെള്ളം, മരുന്നുകൾ, മെഡിക്കൽ സേവനങ്ങൾ എന്നിവ നിഷേധിച്ച് ഒരു നാടിനെ തകർത്തെറിഞ്ഞപ്പോൾ അതിൻ്റെ വിജയം ഇസ്രയേലിലെ സാധാരണ ജനങ്ങളെ അതൊട്ടും ആഹ്ലാദിപ്പിച്ചില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ഇസ്രയേലിലാണ് ഏറ്റവും വലിയ ആഹ്ലാദ പ്രകടനം നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭരണാധികാരികൾ ഏതെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ച് നടത്തുന്ന ഇത്തരം യുദ്ധത്തോട് അവിടുത്തെ സാധാരണ ജനതയ്ക്ക് യാതൊരുവിധ ആത്മബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും US ഇടപെടലുകൾ എക്കാലത്തും കണ്ടിട്ടുള്ള പലസ്തീൻ നേതൃത്വം ട്രംപ് ഫോർമുലയെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് വളരെ കൃത്യതയോടെ നമ്മൾ കണ്ടറിയണം. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടാനുള്ള ട്രംപിൻ്റെ മറ്റൊരു നീക്കം മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നിരിക്കുന്ന ഈ സമാധാന ഉടമ്പടി. അതിൻ്റെ പേരിൽ കൈയടിക്കാൻ ലോകരാഷ്ട്രങ്ങളെല്ലാം തയ്യാറാകുമ്പോൾ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര നല്ല മനസ്സിനുടമയല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് അടുത്ത കാലത്ത് ഇന്ത്യ പോലും തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഏതായാലും 365 ചതുരശ്ര കിലോമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു മുനമ്പിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഹാര താണ്ഡവം അത് നടത്തിയതിന് ശേഷം നെതന്യാഹു ഏതെങ്കിലും ഒരു സമാധാന ഫോർമുല ട്രംപിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഗാസയുടെ വേദന അവസാനിക്കുന്നില്ല, പലസ്തീൻ്റെ നൊമ്പരം അവസാനിക്കുന്നില്ല, ലോകത്തിൻ്റെ വേദനയും അവസാനിക്കുന്നില്ല.